സർ, ഇഡി നടത്തിയ അന്വേഷണത്തിൽ വീണ വിജയന്റെ ഡയറിയിൽ നിന്ന് തന്നെയാണ് ഹവാല ഇടപാടുകളുടെ രേഖകൾ അല്ലെങ്കിൽ തെളിവുകൾ ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. വീണ വിജയനിലേക്കോ അല്ലെങ്കിൽ പിണറായി വിജയനിലേക്കോ മാത്രമല്ല, റിയാസിലേക്കും കൂടി അന്വേഷണം നീളുന്നുണ്ട്. റിയാസിന്റെ MLA സ്ഥാനത്തെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. MLA സ്ഥാനം തെറിക്കാൻ സാധ്യതയുണ്ട്. നീതു, ഇത് വളരെ വലിയ ഗുരുതരമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു കണ്ടെത്തലാണ് ഇന്നലെ ഇഡി നടത്തിയിരിക്കുന്നത്. അങ്ങനെ തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാലത്തും ഇഡിയെ സംബന്ധിച്ചിടത്തോളം അവര് റെയ്ഡ് നടത്തി കഴിഞ്ഞാല്, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ എവിടെ നടത്തി കഴിഞ്ഞാലും ശരി, അവർ വൈകുന്നേരം പ്രസ് റിലീസ് ഇറക്കുക എന്നൊരു സമ്പ്രദായം ഇഡിക്ക് ഇല്ലായിരുന്നു. ഇന്നുവരെ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. വൈകുന്നേരം ഞങ്ങൾ എന്തൊക്കെയാണ് കണ്ടെത്തിയത്, അത്തരം വിവരങ്ങളുടെ ഒരു പത്രക്കുറിപ്പ് പോലെ ഇറക്കുന്ന ഒരു ഏർപ്പാട് ഇഡിക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഇന്നലെ ആ പതിവ് തെറ്റിച്ചിരിക്കുന്നു. ഇഡി ഒരു പത്രക്കുറിപ്പ് വൈകുന്നേരം സന്ധ്യയോടുകൂടി അവരുടെ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങി. അതിനകത്ത് ഇന്നലത്തെ റെയ്ഡിനെ നമുക്കറിയാം. ഈ എക്സാലോജിക് കേസ്, കരിമണൽ കമ്പനിയുമായിട്ടുള്ള തർക്കത്തെ തുടർന്ന് വീണ വിജയന്റെ തിരുവനന്തപുരത്തെ, വീണ വിജയന്റെ വീടല്ല, അത് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ പിണറായി വിജയൻ താമസിക്കുന്ന വീടാണ്. ആ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ മകളായ വീണ വിജയൻ താമസിക്കുന്നത്. അപ്പൊ അവിടുന്ന് അവിടെ നടത്തിയ പരിശോധനയുടെ തുടർ പരിശോധനയായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ കോഴിക്കോട്ട് നടന്നത്. കോഴിക്കോട്ട് ഏതാണ്ട് ഒരു 13 വ്യക്തികളെ കേന്ദ്രീകരിച്ചാണ് ഇഡി അന്വേഷണം നടത്തിയത്. അത് PMLA ആക്ട് പ്രകാരമാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായിട്ട് ബന്ധപ്പെട്ട ചില സൂചനകൾ ഇഡിക്ക് കിട്ടി. അതായത് വീണ വിജയന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ മാസം പിടിച്ചെടുത്ത ഡയറിയിൽ ഉണ്ടായിരുന്ന കുറിപ്പുകളിൽ നിന്നാണ് അവർക്ക് ആ സൂചന കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം നോക്കുക, പ്രതിപക്ഷം അന്ന് മുഖ്യമന്ത്രിയായിരുന്നു, 25-ലൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകളാണ്, ഇപ്പൊ പ്രതിപക്ഷ നേതാവുമാണ്, CPM-ന്റെ പരമോന്നത നേതാവുമാണ്. അവരുടെ ഭർത്താവാണ് മുൻ മന്ത്രിയും ഇപ്പോഴ് ബേപ്പൂർ MLA-യുമായിരുന്ന മുഹമ്മദ് റിയാസ്. അപ്പൊ ഒരു വീട്ടിൽ 2 MLA-മാര് തന്നെ നിൽക്കുകയാണ്. വീണ വിജയനുമായിട്ട് ബന്ധപ്പെട്ട 2 MLA കണക്ഷൻസും ആ വീട്ടിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള വീണ വിജയൻ അവരുടെ കോഴിക്കോട്ടെ ഇവരുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കൾ വഴി ഹവാല പണം കൈമാറി. അതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇഡി കണ്ടെത്തിയിരിക്കുന്ന തെളിവ് അതാണ്. ഹവാല പണം ഏതാണ്ട് 85 ലക്ഷത്തോളം രൂപ ഹവാല മാർഗത്തിൽ കൂടെ വിദേശത്തേക്ക്, ദുബായിലേക്ക് കടത്തി എന്നാണ് പറയുന്നത്. പിന്നീട് വിശദമായ വേറെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇവര് ഈ പറയുന്ന അവരുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിന്റെ മറ്റൊരു സുഹൃത്തിന്റെ ഒരു സിം കാർഡ് ഉപയോഗിച്ച്, സ്വന്തം സിം കാർഡല്ല, റിയാസിന്റെ സുഹൃത്തിന്റെ സിം കാർഡ് ഉപയോഗിച്ച്, അതവരൊക്കെ CPM-ന്റെ നേതാക്കന്മാരുമാണ് കേട്ടോ. ഒരാൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള ആളാണ്. അതേപോലെ തന്നെ മുഹമ്മദ് റിയാസിന് ടൂറിസം വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്നു. ആ സമയത്ത് കോഴിക്കോട് ജില്ല ടൂറിസത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ആളാണ് ഒരാൾ. പാർട്ടിയുടെ നേതാക്കന്മാരാണ് അവരൊക്കെ തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സുഹൃത്തിന്റെ പേരിലുള്ള ഒരു സിം ആണ് ഇവർ ഉപയോഗിച്ച് ഇന്റർനെറ്റ് കോളുകളും ഒക്കെ ചെയ്തിരിക്കുന്നത് അങ്ങനെ സുഹൃത്തിന്റെ ഒരു സിമ്മിൽ ഉപയോഗിച്ചാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇഡി ഇന്നലെ കണ്ടെത്തിയിരിക്കുന്നതാണ്. അവരുടെ പത്രക്കുറിപ്പാണ് ഇത്. നമ്മുടെ ആരുടെയും തെളിവല്ല, ഇഡിയാണ്. സാധാരണഗതിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഇഡി പറയാറില്ല. അവരിതൊക്കെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കോടതിയിൽ കൊടുക്കും. ഇപ്പൊ ഇന്നലെ ഒരു റെയ്ഡ് നടന്നു, ഇതിനെ തുടർച്ചയായിട്ട് മറ്റെന്തെങ്കിലും അന്വേഷണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസ് കോടതി വരുമ്പോ കോടതി മുമ്പാകെയാണ് ഇഡി ഇത്തരം കാര്യങ്ങളൊക്കെ സമർപ്പിക്കാറുള്ളത്. അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്. അതിന് ചിലപ്പോൾ മാസങ്ങളെടുക്കും, ചിലപ്പോൾ വർഷങ്ങളെടുക്കും. പക്ഷെ അതല്ലാതെ ഇഡി ഇന്നലെ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇപ്പൊ ചില രാഷ്ട്രീയ വൃത്തങ്ങളിലെ ചില സൂചനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇഡിയോട് കഴിഞ്ഞ മാസം പിണറായി വിജയന്റെ വീട്ടിൽ, കഴിഞ്ഞ മാസമല്ല 2 മാസത്തിന് മുമ്പ് പിണറായി വിജയന്റെ വീട്ടിൽ വെച്ച് നടന്ന ഇഡിയുടെ ആദ്യഘട്ട തെളിവെടുപ്പ് സമയത്ത് CPM-ന്റെ നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാവരും കൂടെ ചേർന്ന് അവരുടെ വാഹനങ്ങൾ തല്ലി തകർത്തു. ഇഡി വന്ന വാഹനങ്ങൾ തല്ലി തകർക്കുകയും ഉദ്യോഗസ്ഥന്മാരെ കൊലപ്പെടുത്താനുള്ള വനിതകളുണ്ടായിരുന്നതിനകത്ത് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായി എന്നാണ്. അങ്ങനെ ഒരു വലിയ കേസ് തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നുണ്ട്. ഇഡി തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ തല്ലിത്തകർത്ത കാറിന്റെ നഷ്ടപരിഹാരം ആദ്യം പാർട്ടി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ആ ഡ്രൈവർക്കുള്ള നഷ്ടപരിഹാരവും ഇഡി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ആ വാഹനം തകർന്നതിന്റെ പേരിൽ. പക്ഷെ കേസ് നിലനിൽക്കുകയാണ്. അത് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതടക്കമുള്ള കേസ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരില് തിരുവനന്തപുരത്ത് 20ഓളം CPM CITU പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു.
അറസ്റ്റിലായിട്ടുള്ള പ്രവർത്തകർക്ക് ജാമ്യവും കിട്ടിയില്ല. അവർക്ക് 73 ദിവസം കഴിഞ്ഞിട്ടെങ്ങാണ്ടാണ് ജാമ്യം തന്നെ കിട്ടിയത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ EDയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സൂക്ഷ്മതയാണ്. അവരൊരു കേന്ദ്ര ഏജൻസിയാണ്, ഒരു കേന്ദ്രത്തിന്റെ സുപ്രീം ഏജൻസിയാണ്, ഭരണഘടനാ പ്രകാരം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വലിയ ഏജൻസിയാണ്. PMLA ആക്ട് പ്രകാരമുള്ള കള്ളപ്പണം ഹവാല ഇടപാടുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ്. അവരെ ആക്രമിച്ചു. അവരാ കേസ് അങ്ങനെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ പണ്ടൊരു മഹാകവി പാടിയതുപോലെയുള്ള സാഹചര്യങ്ങളാ വരുന്നെന്ന് തോന്നി. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ അല്ലെ? പതിതരെ നിങ്ങൾ പിന്മുറക്കാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ വന്നു പോകുന്നത്. അല്ലെങ്കിൽ ഇന്നലത്തെ ഈ കുറിപ്പ്, എന്തിനാണ് ED പെട്ടെന്ന് അസാധാരണമായ ഒരു കുറിപ്പ് ഇറക്കിയത്? സാധാരണ പതിവില്ലാത്ത കാര്യമായതുകൊണ്ടാണ് നമുക്ക് പല സംശയങ്ങളും ഇക്കാര്യത്തിൽ വരുന്നത്. കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നു, വീണ വിജയൻ ഹവാല ഇടപാടിലൂടെ 85 ലക്ഷം രൂപ ദുബൈയിലേക്ക് അയച്ചിരിക്കുന്നു. മൊത്തം ട്രാൻസാക്ഷൻ ഏതാണ്ട് 20 കോടിയിലധികം രൂപയുടെ വരുമെന്നാണ് പറഞ്ഞത്. ആദ്യമൊക്കെ ഈ കേസിനകത്ത് നമ്മൾ കേട്ടത് അങ്ങനെയല്ലായിരുന്നു. ആദ്യം ഇവരുടെ കേട്ടത് ഈ പറയുന്ന ലേക്കർ എന്നുള്ള ഒരു കമ്പനി ഇപ്പൊ രണ്ടാമത് വന്നതാണ്. ആദ്യം എക്സാൻ ലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചായിരുന്നു നമ്മുടെ അറിവുണ്ടായിരുന്നത്. വീണ വിജയൻ ബാംഗ്ലൂരിൽ നടത്തിയിരുന്ന ഒരു കമ്പനിയാണത്. അത് അദ്ദേഹത്തിന് പിണറായി വിജയൻ തന്നെ ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പെൻഷൻ തുകയെല്ലാം കൂടെ സമാഹരിച്ചിട്ടാണ് ഈ കമ്പനി തുടങ്ങിയത്. പിന്നീടാണ് അവർക്ക് ഈ പറയുന്ന കരിമണൽ കമ്പനിയുമായിട്ട് ചില കരാറുകൾ ഉണ്ടായിരുന്നു. ആ കരാറ് പ്രകാരം അവർക്ക് 2.78 കോടി രൂപ ആ കമ്പനി കൊടുത്തു. അതിനെ തുടർന്നൊരു കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ഒരു സർവീസും കൊടുത്തില്ലെന്നാണ് കമ്പനി ഉടമസ്ഥർ പറയുന്നത്. പക്ഷേ വീണ വിജയന് 2.78 കോടി രൂപ കിട്ടിയെന്നും പറയുന്നു. അപ്പൊ അത് തെളിവുണ്ട്. ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആണ്, ഡിജിറ്റലാണ് വഴിയാണ് ഇത് ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് എന്തിനാണ് നിങ്ങൾക്ക് ആ പണം കിട്ടിയത്, നിങ്ങൾ ആ പണം എന്ത് ചെയ്തു? അതാണ് ED അന്വേഷിച്ചു വന്നപ്പോഴാണ് കോഴിക്കോട് പന്തീരാങ്കാവ് കേന്ദ്രീകരിച്ച് ഇങ്ങനെ ലേക്കർ എന്ന് പറയുന്ന ഒരു കമ്പനിയും ഒരു സ്ഥാപനവും ഇവർക്കുണ്ടെന്നത് മനസ്സിലാകുന്നത് വീണ വിജയന്റെ പേരിൽ. പക്ഷെ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഒരു ഷട്ടർ മുറിയാണ്, ഒരു ഷട്ടറുള്ള ഒരു സിംഗിൾ മുറിയാണ്. അവിടെ ഇന്ന് വരെ തുറന്നിട്ടില്ല, ആരും പ്രവർത്തിച്ചതായിട്ടൊന്നും കാണുന്നില്ല. ചില മെഡിക്കൽ എക്യുപ്മെന്റ്സോ അങ്ങനെ എന്തൊക്കെയുള്ള ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ്, ഒരു ഡോക്ടറാണ് അത് വാടകയ്ക്ക് എടുത്തതെന്നോ എന്തൊക്കെയുള്ള ചില സൂചനകൾ. എന്തായാലും ഉടമസ്ഥതയിൽ ഇവരുടെ പേരിലാണ് ഉണ്ടായിരുന്നത്. അത് ഇന്നലെ ഇവരുടെ ഭർത്താവ് മുഹമ്മദ് ഇയാസ് തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ കമ്പനി പൂട്ടിയെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, അങ്ങനെ പ്രവർത്തിച്ച ലാഭമില്ലാതെ വന്നു കഴിഞ്ഞാൽ അല്ലെ നഷ്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമാണല്ലോ, ഉടമസ്ഥന്റെ അവകാശമാണ് അത് പൂട്ടാനെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് ശരിയായിരിക്കും അത്തരം കാര്യങ്ങൾ. പക്ഷെ എന്താണ് അവിടെ നടന്നത്, അതാണ് ഇപ്പൊ സംശയം. അപ്പൊ അതിനെ തുടർന്നാണ് ഈ റിയാസിന്റെ സുഹൃത്തുക്കളെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയപ്പോ കണ്ടെത്തിയ തെളിവുകളാണ് ഇതെല്ലാം. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യമായി വളരെ ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം റിയാസിന്റെ ഭാര്യയാണ് വീണ വിജയൻ. 2025 അദ്ദേഹം മന്ത്രിയാണ്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പൊ വീണ വിജയന്റെ അക്കൗണ്ടിൽ വരുന്ന പണം, ഭാര്യ ഭർത്തൃ ബന്ധമാണ് അവർ തമ്മിലുള്ളത്. ആ അക്കൗണ്ടിലെ പണം ഒരു പക്ഷെങ്കില് റിയാസിന്റെ പത്രികയ്ക്കകത്ത് സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ലേക്കർ കമ്പനിയെ കുറിച്ച് ഈ റിയാസിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ബേപ്പൂരിൽ ഈ കഴിഞ്ഞ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പത്രികയിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ, നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മുടെ സ്വത്ത് ആസ്തി ബാധ്യതകളെല്ലാം നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ സമർപ്പിക്കേണ്ടതുണ്ട്. അത് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പിണറായി വിജയന്റെ അവസ്ഥ തന്നെയാണ്. അദ്ദേഹത്തിന്റെ മകളാണ് വീണ വിജയൻ. അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ്, പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ തന്നെയാണ് അവർ താമസിക്കുന്നത്. ഇതിനൊക്കെ വല്ല കണക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ED ഇതിനെ വല്ലതും കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പണം ഇവർക്കൊക്കെയുള്ള സ്വാധീനത്തിന്റെ പേരിലാണ് കിട്ടിയിരിക്കുന്നത്, അങ്ങനെ ഒരു മൊഴി വീണ വിജയന്റേതായിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവര് പറഞ്ഞത് കഴിഞ്ഞ തവണ കൊച്ചി ചോദ്യം ചെയ്ത സമയത്ത് അവരുടെ പറഞ്ഞതായിട്ട് ചില പത്രവാർത്തകൾ വന്നത്, ഇതൊന്നും എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ, അച്ഛൻ ആണ് കാര്യങ്ങളൊക്കെ നോക്കിയത് എന്നുള്ളൊരു മട്ടിലാണ് അവരുടെ പരാമർശം വന്നതെന്നാണ് നമ്മൾ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ അറിഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വന്ന് ഇതെല്ലാം കൂടെ മൂന്നും കൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ സെന്റർ പോയിന്റിൽ വീണ വരുന്നുണ്ട്. അവര് സാധാരണ വ്യക്തിയാണ്. അവര് ഇത്തരത്തിലുള്ള ഹവാല പരിപാടികൾ വല്ലതും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അവർ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് 2 MLA മാരുമാണ്. ഒന്നല്ല, റിയാസ് മാത്രമല്ല, പിണറായി വിജയനും ഉണ്ട്. അദ്ദേഹം MLA മാത്രമാണ്, പ്രതിപക്ഷ നേതാവാണ്, CPM-ന്റെ സമുന്നതനായ നേതാവാണ്, അല്ലെ? സമുന്നതനായ നേതാവാണ്, പ്രതിപക്ഷ നേതാവ്. 2 MLA മാർ ഇതിനകത്ത് കണക്ട് ചെയ്ത് കയറി വരികയാണ്. ഇതിന്റെ മധ്യത്തിലാണ് വീണ വിജയൻ നിൽക്കുന്നത്. എന്താണ് EDയുടെ നീക്കം എന്നറിയത്തില്ല. രാഷ്ട്രീയപരമായിട്ടോ വല്ലതും അങ്ങനെ വല്ലതും കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ 2 MLA മാരുടെ MLA സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ഒരു പക്ഷെങ്കിൽ വീണ വിജയനിലേക്കാണ് ലക്ഷ്യമിടുന്നത്. ഈ മണി ലോണ്ടറിങ് തെളിയിച്ചു കഴിഞ്ഞാൽ അറസ്റ്റിലേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാം.
പോയി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലേക്ക് അന്വേഷണം വരും. അപ്പൊ സ്വാഭാവികമായിട്ട് അച്ഛനായ പിണറായി വിജയനിലേക്ക് വരാം, ഭർത്താവായ മുഹമ്മദ് റിയാസിലേക്കും വരാം. 2 MLA-മാരുടെ കാര്യവും ചോദ്യം ചെയ്യപ്പെടാം. ഈ പണം അവരെ ഇതെല്ലാം തൊടുകയോ കൈകാര്യം ചെയ്യുകയോ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വന്നു. പക്ഷെ പല തെളിവുകളും അങ്ങനെയാണ്, പല മൊഴികളും അത്തരത്തിൽ സാധൂകരിച്ച് വരുന്നുണ്ട്. ഇതിനകത്ത് വലിയ പ്രത്യാഘാതമാണ്. അതാണ് പറഞ്ഞത്, രാഷ്ട്രീയപരമായിട്ട് വലിയ പ്രത്യാഘാതം ഉണ്ടാകും. ഒന്നാമത് CPM എപ്പോഴും മൊത്തം LDF 35 MLA-മാരേ ഉള്ളൂ. അതിൽ തന്നെ CPM 26 MLA-മാരാണ് ഇപ്പൊ നിയമസഭയിലുള്ളത്. അത് ഒരു രാജ്യസഭാ മെമ്പറെ പോലും ജയിപ്പിക്കത്തക്ക ശേഷിയില്ല പാർട്ടിക്ക് ഇപ്പോഴും. ഒരു രാജ്യസഭാ മെമ്പറെ ജയിപ്പിക്കണമെങ്കിൽ 36 വോട്ട് വേണം. അത്രയും പോലും ശേഷിയില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ആ അവസ്ഥയിൽ ഈ 2 MLA-മാരുടെ ഭാവിയെ സംബന്ധിച്ച് വലിയ ആശങ്ക വരുന്നുണ്ട്. രാഷ്ട്രീയക്കാരൊക്കെ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം അതാണ്. അപ്പൊ അങ്ങനെ വല്ലതും എന്തെങ്കിലും കുഴപ്പങ്ങളിലേക്ക് വരുമോ? എന്തായാലും ED-യുടെ ഈ അപ്രതീക്ഷിത, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് ED നടത്തിയിരിക്കുന്നത്. എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കുകയോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ റിയാസും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനും ഒക്കെ കുടുങ്ങുമോ എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. പാർട്ടി ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യും? മുഹമ്മദ് റിയാസിന്റെ MLA സ്ഥാനം തെറിക്കുമോ? റിയാസ് കൂടി ഈ കേസിലേക്ക് പ്രതിയായി, അല്ലെങ്കിൽ റിയാസിന്റെ കൂടെ ഒരു കൈയുണ്ട് എന്നതിനുള്ള കൂടുതൽ തെളിവുകൾ ED പുറത്തുവിടുമോ എന്നതൊക്കെ കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.